ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗ്രാമങ്ങളിൽ നിന്നും തികച്ചും വിഭിന്നമാണ് നഗരങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ. അതുകൊണ്ട് തന്നെ വികസനത്തിന്റെ മുൻഗണനകളും വ്യത്യസ്തമാണ്. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ 1ാം റൗണ്ടിൽ പങ്കെടുക്കാനെത്തിയ നഗരസഭകൾ മാലിന്യ സംസ്കരണം, ചേരി നിർമ്മാർജ്ജനം തുടങ്ങിയ പദ്ധതികൾക്കാണ് പ്രധാനമായും ഊന്നൽ നൽകിയത്. നഗരസഭകളുടെ പദ്ധതികളിലൂടെ ഒരിക്കൽ കൂടി യാത്ര ചെയ്യുകയാണ് ഗ്രീൻ കേരള എക്സ്പ്രസ് ഈ അധ്യായത്തിലൂടെ. പഞ്ചായത്തുകളുടെ വിശേഷതകളും വികസന പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ ഗ്രീൻ കേരള എക്സ്പ്രസിലൂടെ കണ്ടു കഴിഞ്ഞു. നമ്മുടെ നഗരസഭകൾ എങ്ങനെയാണ്, നമ്മുടെ നഗരസഭകളുടെ വികസന പ്രവർത്തനം എന്തൊക്കെയാണെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു നഗരസഭയിലേക്കാണ്. തലസ്ഥാന നഗരിയോട് വളരെയധികം ചേർന്ന് കിടക്കുന്ന ആറ്റിങ്ങൽ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. തിരുവനന്തപുരം നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പട്ടണമാണ് ആറ്റിങ്ങൽ. നഗരസ്വാധീനം കൊണ്ടുതന്നെ ഇവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങളുടെ അളവും വളരെ ഭീമമാണ്. എന്നാൽ ചപ്പുചവറുകൾ നിറഞ്ഞ റോഡോ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയ വീടോ കടകളോ ആർക്കും ഇവിടെ കാണാൻ കഴിയില്ല. ആറ്റിങ്ങൽ നഗരസഭയുടെ കാര്യക്ഷമമായ ഇടപെടലാണ് ഇതിനു കാരണം. നഗര ശുചീകരണത്തിനും വീടുകളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനുമായി 37 സ്ഥിരം ജീവനക്കാരും 10 ദിവസവേതനക്കാരും ഉണ്ട്. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി തയ്യാറെടുത്ത് കിടക്കുന്ന ആറ്റിങ്ങൽ നഗരസഭയുടെ വാഹനങ്ങളാണിത്. ഇതുപോലുള്ള ധാരാളം വാഹനങ്ങൾ ഇവിടെയുണ്ട്. അതെല്ലാം കാലത്ത് തന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി പോയിട്ടുണ്ട്. നമുക്ക് ഇവരോടൊപ്പം കുറച്ചു ദൂരം യാത്ര ചെയ്യാം. ആറ്റിങ്ങൽ നഗരസഭയുടെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട വീടുകളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനാണ് ചേച്ചിമാർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇങ്ങനെ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി ഒരു മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിന് കാസർഗോഡ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുമായി ചേർന്ന് 2005 നഗരസഭ തുടക്കമിട്ടു. ഒരു നഗരത്തിന്റെ മൊത്തം മാലിന്യവും സംസ്കരിക്കുന്നത് ഇവിടെയാണ്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണെന്ന് പറയത്തേയില്ല. കണ്ടില്ലേ, ജലധാരയും പൂന്തോട്ടം ഒക്കെ ആയിട്ട് ഒരു പാർക്കിന്റെ അന്തരീക്ഷമാണ് ഇവിടെ. 3 തരത്തിലുള്ള പ്ലാന്റുകൾ വഴിയാണ് ഇവിടെ മാലിന്യ സംസ്കരണം നടക്കുന്നത്. വിൻഡ്രോ കമ്പോസ്റ്റ് പ്ലാന്റ്, ബയോഗ്യാസ് പ്ലാന്റ്, പിന്നെ മണ്ണിര കമ്പോസ്റ്റ് പ്ലാന്റ്. ഇത് വിൻഡ്രോ കമ്പോസ്റ്റ് പ്ലാന്റ് ആണ്. ഇത് ഒരുപാട് ഘട്ടമായിട്ടാണ് ഇവിടെ ഈ സംസ്കരണം നടക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഇതിൻ്റെ സൂപ്പർവൈസറായ മഞ്ജു ചേച്ചിയുടെ അടുത്ത് ചോദിച്ചറിയാം. ഇത് ആദ്യമായിട്ട് മറ്റേ ആറ്റിങ്ങൽ നഗരസഭയുടെ വണ്ടി, മാലിന്യ വണ്ടി കൊണ്ടുവന്നതിന് ശേഷം അതിന് പ്ലാസ്റ്റിക് തരംതിരിച്ച ശേഷം അതിനുള്ള വലിയ വലിയ പീസ് കഷ്ണം കട്ട് ചെയ്ത ശേഷം അതിനെ ഇങ്ങോട്ടത്തേക്ക് മാറ്റിയ ശേഷം 1 ടൺ മാലിന്യത്തിന് 1 ലിറ്റർ ജൈവ ഇനാകുലം, അതിൽ 5 ലിറ്റർ വെള്ളം ചേർത്ത ശേഷം ഇതെല്ലാം തളിച്ചതിന് ശേഷം അത് 7 ദിവസം കഴിഞ്ഞ് അതിനെ ഒന്ന് ഇളക്കിയിടും. ചെറുതായി ഇളക്കിയിട്ട ശേഷം ഇതിനെ 5 ദിവസം കൂടുമ്പോൾ ഇളക്കിയിടും. ഇങ്ങനെ 35 ദിവസം കഴിയുമ്പോൾ ഇത് വളമാകും. പ്രകൃതി സൗഹൃദമായ ഇനോക്കുലം തെളിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ദുർഗന്ധമോ ഈച്ചശല്യമോ ഒന്നുമില്ല. മലിനജലം പോലും വെറുതെ ഒഴുക്കിക്കളയുവാൻ ഇവർ തയ്യാറല്ല. ഇതിനോട് ചേർന്നുള്ള ബയോഗ്യാസ് പ്ലാന്റിൽ ഈ മലിനജലം ശേഖരിക്കുന്നു, കമ്പോസ്റ്റ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വളം കൃഷിഭവൻ വഴിയും പ്ലാന്റിൽ നിന്ന് നേരിട്ടും വിൽക്കാനുള്ള സൗകര്യവുമുണ്ട്. കുടുംബശ്രീ യൂണിറ്റുകൾ ശേഖരിക്കുന്ന ജൈവ മാലിന്യങ്ങൾ മണ്ണിര കമ്പോസ്റ്റ് പ്ലാന്റിൽ വെച്ച്
ചാണകവുമായി കൂട്ടിക്കലർത്തി ഇതിൽ മണ്ണിരകളെ നിക്ഷേപിച്ച് വിവിധ ഘട്ടങ്ങളിലൂടെ വളമാക്കി മാറ്റുന്നു. നഗരസഭയുടെ ഈ മാലിന്യ ശേഖരണവും മാലിന്യ സംസ്കരണ പ്ലാന്റുമായും ബന്ധപ്പെട്ട് സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 130ഓളം ആൾക്കാർ തങ്ങളുടെ കുടുംബം പുലർത്തുന്നു. മാലിന്യങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന പ്ലാസ്റ്റിക്കുകളും ഇവർക്കൊരു പ്രശ്നമേയല്ല. ഈ പ്ലാസ്റ്റിക്കുകൾ കത്തിച്ചു കളയാതെ റീസൈക്ലിംഗ് ഫാക്ടറികളിൽ കൊണ്ടുപോയി സംസ്കരിക്കുന്നു. മാലിന്യങ്ങളിൽ വരെ കരവിരുതിന്റെ കവിത രചിച്ച് ജനങ്ങൾക്ക് വരുമാനമുണ്ടാക്കി കൊടുക്കുന്നു ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി. നിങ്ങൾ ഈ ചിത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷവും നഗരസഭയുടെ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റും തൊഴിലാളികളും നഗര സൗന്ദര്യത്തിന്റെ കറുത്ത പാടുകളായ മാലിന്യങ്ങളെ സംസ്കരിക്കുകയാണ്. ഗുരുവായൂരിനെ ഒരു പുതുതലമുറ നഗരമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതികളാണ് നഗരസഭ ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഗുരുവായൂരിൽ വന്നുപോകുന്ന തീർത്ഥാടകർക്ക് വേണ്ടത്ര സൗകര്യമൊരുക്കുക എന്നത് തന്നെയാണ് ഈ നഗരം നേരിടുന്ന വെല്ലുവിളി. 3 കോടിയോളം തീർത്ഥാടകരാണ് പ്രതിവർഷം ഗുരുവായൂരിൽ വന്നുപോകുന്നത്. നഗരവാസികളുടെ ദൈനംദിന പ്രശ്നങ്ങളോടൊപ്പം തീർത്ഥാടകരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളും പരിഹരിക്കുന്നതിന് നഗരസഭാ ഓഫീസിനെ സജ്ജമാക്കുകയായിരുന്നു ഇവർ ഏറ്റെടുത്ത പ്രധാന പദ്ധതി. ഗുരുവായൂർ മുനിസിപ്പൽ ഓഫീസ് ഇന്നൊരു സ്മാർട്ട് ഓഫീസാണ്. സാങ്കേതിക വിദ്യയുടെ നൂതന ആശയങ്ങൾ ഉൾക്കൊണ്ട് ഗുണഭോക്താക്കൾക്ക് സമയബന്ധിതമായ സേവനം ഉറപ്പുവരുത്തുന്നതിൽ ഈ ഓഫീസ് വിജയിച്ചിരിക്കുന്നു. ഒരു ബൃഹത്തായ പദ്ധതി ഏറ്റെടുത്ത് മാസങ്ങളുടെ പരിശ്രമം കൊണ്ട് നടപ്പാക്കിയെടുക്കുന്നതിലൂടെയാണ് ഇത് സാധിച്ചത്. ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹായത്തോടെ നടന്ന കമ്പ്യൂട്ടർ വൽക്കരണം ഏറ്റവും ഫലപ്രദമാക്കിയ നഗരസഭയാണ് ഗുരുവായൂർ. ജനന മരണ രജിസ്ട്രേഷൻ മുതൽ ഫയൽ മോണിറ്ററിംഗ് വരെ ഇന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിതമാണിവിടെ. സമ്പൂർണമായ കമ്പ്യൂട്ടർ വൽക്കരണം നടപ്പാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഗുരുവായൂരിന്റെ നേട്ടം. നഗരസഭയിലെ ഫയലുകളുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് എത്തുന്നവർക്ക് ഇവിടെ നൂതനമായ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ കാണുന്ന ടച്ച് സ്ക്രീനിൽ ഫയൽ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം മതി. ആ ഫയലിലെ പൂർണ്ണ വിവരങ്ങൾ ഈ സ്ക്രീനിൽ നമുക്ക് വായിക്കാം. സെക്ഷനുകളിൽ നിന്ന് സെക്ഷനുകളിലേക്ക് അപേക്ഷകളുമായി അലയേണ്ടി വരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. സൂചിക എന്ന സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയാണ് ഈ ഫയൽ മോണിറ്ററിംഗ് സംവിധാനം പ്രവർത്തിക്കുന്നത്. ഓരോ ഫയലും ഏത് സെക്ഷനിലാണെന്നും അതിന്റെ മേലെടുത്ത നടപടികൾ എന്താണെന്നും ഈ സോഫ്റ്റ്വെയർ വഴി അപേക്ഷകന് അറിയാൻ കഴിയും. നഗരസഭയുടെ വെബ്സൈറ്റിൽ കയറുന്നവർക്ക് വീട്ടിലിരുന്നും ഈ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹത്തിരക്ക് പ്രസിദ്ധമാണ്. ചില ദിവസങ്ങളിൽ 150ഉം അതിലധികവും വിവാഹങ്ങളാണ് ഇവിടെ നടക്കുക. ഇവയെല്ലാം രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് നൽകുക എന്ന ജോലിക്ക് നഗരസഭ പ്രത്യേക സംവിധാനം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു. സേവന എന്ന സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ മിനിറ്റുകൾക്കകം സർട്ടിഫിക്കറ്റ് നൽകാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. ദൂരദേശങ്ങളിൽ നിന്നെത്തി വിവാഹം നടത്തുന്നവർക്ക് ഇത് അനുഗ്രഹമാണ്. സർട്ടിഫിക്കറ്റുകൾക്കായി മാത്രം മറ്റൊരു ദിവസം വരേണ്ട സാഹചര്യം ഈ വിധം ഒഴിവാക്കാനാകുന്നു. പുറത്തുനിന്ന് ഒരുപാട് പേര് ഇപ്പോൾ ബോംബെയിൽ നിന്ന് ഡൽഹിയിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് കല്യാണം നടത്താറുണ്ട്. അപ്പോൾ അവരുടെ സൗകര്യാർത്ഥം കല്യാണം രജിസ്റ്റർ ചെയ്യുന്ന അതേ സമയം തന്നെ വിത്തിൻ 20-30 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. 1970 വരെയുള്ള ജനനമരണ വിവാഹ റെക്കോർഡുകൾ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്താനായി എന്നതും നഗരസഭയുടെ നേട്ടമാണ്. വരവ് ചിലവ് കണക്കുകൾ നിയന്ത്രിക്കുന്ന സംഖ്യ, പദ്ധതി വിവരങ്ങൾ ക്രോഡീകരിക്കുന്ന സുലേഖ, ജീവനക്കാരുടെ ശമ്പള വിവരങ്ങൾക്ക് ആശ്രയിക്കുന്ന സ്ഥാപന, പ്രോപ്പർട്ടി ടാക്സ് വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സഞ്ജയ തുടങ്ങി 9ഓളം സോഫ്റ്റ്വെയറുകളാണ് ഇവിടെ സജീവമായുള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഫയൽ ഡിലേ വരുന്നതെന്ന് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അറിയാം. നെറ്റിലിരുന്ന് ചോദിക്കാം, വേണമെങ്കിൽ അതിന് മെസ്സേജ് വേണമെങ്കിൽ ഞാൻ കഴിക്കാം. കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഗുരുവായൂരിൽ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പദ്ധതി നഗരസഭ നടപ്പാക്കി വരികയാണ്. വാട്ടർ അതോറിറ്റിയും ഗുരുവായൂർ ദേവസ്വവും നഗരസഭയും സംയുക്തമായി നടപ്പാക്കുന്ന സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നഗരത്തിന്റെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പര്യാപ്തമാണ്. കരുവന്നൂർ പുഴയിൽ നിന്നുള്ള വെള്ളം വെള്ളാനിയിലുള്ള ശുദ്ധീകരണ പ്ലാന്റിൽ എത്തിച്ച ശേഷം ഗുരുവായൂരിൽ എത്തിക്കുന്ന പദ്ധതിയാണിത്. 50 കോടി 43 ലക്ഷം രൂപയാണ് ഇതിന് പ്രതീക്ഷിക്കുന്ന ചെലവ്. വികസന പ്രവർത്തനങ്ങളുമായി മുന്നേറുമ്പോഴും നഗരത്തിന്റെ ഭാഗമായ പുഞ്ചാരി, അത്തിക്കോത്ത്, ഭൂദാനം എന്നീ കോളനി നിവാസികളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് പുഞ്ചാവി ഫിഷർമെൻസ് കോളനിയിലാണ്. വീടില്ലാത്ത ദരിദ്രരായ ചേരിയിൽ താമസിച്ചിരുന്ന കുടുംബങ്ങൾക്ക് 35 വീടുകൾ സംയോജിത ഭവന ചേരി നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി മുനിസിപ്പാലിറ്റി 35 വീടുകൾ ഈ കോളനിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ 18 വീടുകൾക്ക് മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്.
ഇതുപോലെ മറ്റു 2 കോളനികൾ അത്തിക്കോത്ത്, പൂതാനം തുടങ്ങി മറ്റു രണ്ട് കോളനികൾ കൂടിയുണ്ട്. അവിടെ ആകെ 167 വീടുകളാണ് ഈ പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. കുടിവെള്ളത്തിനായി പൈപ്പുകൾ, തെരുവ് വിളക്ക്, ഫുട്പാത്ത്, പൊതുകക്കൂസ് എന്നിവയെല്ലാം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. പുഞ്ചാരി ഫിഷർമെൻ കോളനിയിലെ ശ്മശാന നവീകരണ പ്രവർത്തനങ്ങളും സാംസ്കാരിക നിലയം, അംഗൻവാടി എന്നിവയുടെയും പണി പൂർത്തീകരിച്ചു വരുന്നു. നഗരസഭയിലെ 40 വാർഡുകളിലായി 352 അയൽക്കൂട്ടങ്ങളാണ് സജീവമായി പ്രവർത്തിക്കുന്നത്. പൊതുതരിശു ഭൂമിയും സ്വകാര്യ ഭൂമിയും ഉപയോഗിച്ച് വാഴ, നെല്ല്, പച്ചക്കറി തുടങ്ങിയ സംഘകൃഷികൾ നടത്തുന്നു. ഇതിനു പുറമെ വ്യക്തിഗത ഗ്രൂപ്പ് സംരംഭങ്ങളും നല്ല രീതിയിൽ നടത്തിവരുന്നു. കാഞ്ഞങ്ങാടിനെ കിഴക്കൻ പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കാൻ നഗരസഭ നിർമ്മിച്ചതാണ് ഭൂതത്താൻ കല്ല് തൂക്കുപാലം. ക്ലീൻ കേരള പദ്ധതി പ്രകാരം ഖരമാലിന്യ പ്ലാനിന്റെ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണ്. അലാമപ്പള്ളിയിൽ നിർമ്മാണ ഘട്ടത്തിലിരിക്കുന്ന ബസ് ടെർമിനൽ കം കൊമേഴ്സ്യൽ കോംപ്ലക്സ് ആണിത്. 3 നിലകളിലായി 210 കച്ചവട മുറികളുള്ള 5 കൊമേഴ്സ്യൽ ബ്ലോക്കുകളും കംഫർട്ട് സ്റ്റേഷൻ, പോലീസ് എയ്ഡ് പോസ്റ്റ്, വിശ്രമമുറികൾ, ബസ് പാർക്കിംഗ് യാർഡ് എന്നിവയടക്കമുള്ള 2 നില ടെർമിനൽ ബ്ലോക്കുമാണ് നഗരസഭ വിഭാവനം ചെയ്തിട്ടുള്ളത്. കൂടാതെ കോട്ടച്ചേരി മത്സ്യമാംസ പച്ചക്കറി മാർക്കറ്റ് എന്നിവയൊക്കെ കാഞ്ഞങ്ങാടിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ളതാണ്. മുനിസിപ്പാലിറ്റി തനത് ഫണ്ട് കൊണ്ട് നിർമ്മിച്ചതാണ് ഈ കൗൺസിൽ ഹാള്. സെൻട്രലൈസ്ഡ് AC അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി നിർമ്മിച്ച ഈ ഹാള് കാണുമ്പോൾ ഒരു മിനി നിയമസഭാ ഹാൾ പോലെ തോന്നിക്കുന്നുണ്ട്. കുന്നംകുളം മുനിസിപ്പാലിറ്റിയുടെ ഒരു വലിയ സമ്പത്താണ് ഹെക്ടറുകളോളം വരുന്ന വിശാലമായ ഈ കോൾപ്പാടങ്ങൾ. നഗരപ്രദേശമാണെങ്കിലും കാർഷിക പദ്ധതികൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് കുന്നംകുളം. ഓരോ തവണ വിളവ് ലഭിക്കുമ്പോഴും കർഷകർക്ക് വലിയ കോളാണ് കിട്ടുന്നത് എന്നതിൽ നിന്നാണ് കോൾപ്പാടങ്ങൾ എന്ന പേര് വന്നത്. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന ഈ കോൾപ്പാടങ്ങൾ വർഷത്തിലെ 6-7 മാസത്തോളം വെള്ളം കയറിയ നിലയിലായിരിക്കും. അതിനാൽ ഇവിടെ ഒരു പൂ കൃഷിരീതിയാണ് നടത്തിവരുന്നത്. 160 ഹെക്ടറോളം വരുന്ന ഈ കോൾപ്പാടങ്ങൾ സംരക്ഷിത മേഖലകളായി പ്രഖ്യാപിച്ചിരിക്കുന്ന റാംസാർ സൈറ്റിൽ ഉൾപ്പെട്ട ഒന്നാണ്. ഈ പാടങ്ങളിൽ വെള്ളം കയറിക്കിടക്കുന്ന സമയങ്ങളിൽ ധാരാളം മത്സ്യങ്ങളുണ്ടാകുന്നു. ഇവിടുത്തെ ചെമ്മീനിന്റെയും കാരിയുടെയും കരിമീനിന്റെയും ഒക്കെ രുചി പുറം ലോകത്തോട് പറയാൻ ഭയങ്കര ആവേശമാണ് ഇവിടുത്തുകാർക്ക്. മറ്റു പലയിടങ്ങളിലും അനുഭവപ്പെട്ടിരുന്ന തൊഴിലാളി ദൗർലഭ്യം കുന്നംകുളത്തെയും ഒരുപാട് നാൾ ബാധിച്ചിരുന്നു. അങ്ങനെ അവർക്ക് പ്രിയപ്പെട്ട കോൾപ്പാടങ്ങളിലേക്ക് തരിശുഭൂമി വളർന്നിറങ്ങി തുടങ്ങി. ആ സാഹചര്യത്തിലാണ് യന്ത്രവൽക്കരണത്തെക്കുറിച്ച് മുനിസിപ്പാലിറ്റി അധികൃതർ ആലോചിച്ചത്. ഇന്ന് തമിഴ്നാട് പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് യഥാസമയങ്ങളിൽ കൊയ്ത്തുമിതി യന്ത്രങ്ങളും നടീൽ യന്ത്രങ്ങളും മറ്റും എത്തിക്കുന്നതിനുള്ള സംവിധാനം മുനിസിപ്പാലിറ്റി ചെയ്യുന്നു. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ 100% സബ്സിഡിയിൽ കർഷകർക്ക് മുനിസിപ്പാലിറ്റി നൽകി വരുന്നു. വളത്തിന് 50% സബ്സിഡിയും നൽകുന്നു. 1 ഹെക്ടറിലെ വിളവ് 4.5 ടണ്ണിൽ നിന്നും 6.5 ടണ്ണോളമാക്കി ഉയർത്താൻ സാധിച്ച തങ്ങളുടെ വലിയ നേട്ടത്തിൽ അഭിമാനിക്കുകയാണിവർ. തങ്ങളുടെ പാടങ്ങളിൽ നോക്കി നെടുവീർപ്പിട്ടിരുന്ന ഓരോ കർഷകനും കതിര് പൊന്നായി വിളയുന്നതിന്റെ നിർവൃതിയിലാണ് ഇപ്പോൾ. പലതരം ആശുപത്രികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടൊരു ആശുപത്രി അതൊരു പുതിയ കാര്യമാണ്. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി മാലിന്യ സംസ്കരണ പ്ലാന്റിനെ പേരിട്ടിരിക്കുന്നത് എൻവയോൺമെന്റൽ ഹെൽത്ത് സെന്റർ എന്നാണ്. മാലിന്യം സംസ്കരിക്കുക മാത്രമല്ല, പരിസ്ഥിതിയുടെ ആരോഗ്യം വീണ്ടെടുക്കുക എന്ന പദ്ധതിയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. മുനിസിപ്പൽ പ്രദേശത്തുള്ള മാർക്കറ്റുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവയിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് നഗരസഭ സംസ്കരിക്കുന്നത്. നേരിട്ട് ശേഖരിക്കുന്നവയും അല്ലാത്തവയും ഉണ്ട് ഇക്കൂട്ടത്തിൽ. ഏതാണ്ട് 2 ടൺ വരും ഇപ്പോൾ നഗരസഭ ശേഖരിക്കുന്ന മാലിന്യത്തിന്റെ അളവ്. ആദ്യഘട്ടമെന്ന നിലയിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ വേർതിരിച്ചെടുക്കുകയാണ് ഇവിടെ.
സംസ്കരിക്കാവുന്ന പദാർത്ഥങ്ങൾ പിന്നീട് ജൈവവളമാക്കി മാറ്റും. 1 കോടി രൂപ ചെലവ്